നമ്മുടെ പുതിയ സ്ഥലത്ത് മെഷീൻ ഇട്ടിരുന്ന് ആദ്യത്തെ തയ്ക്കുന്നത്. ആണോ? ഇത് ടേബിളൊക്കെ ഒന്ന് കഴിയുമ്പോ നിറഞ്ഞോളൂ. ഓവർലോക്കാ. അതെല്ലാം വന്നു കഴിയുമ്പോൾ സ്ഥലം തികഞ്ഞോളും. പിന്നെ സ്ഥലം ഇല്ല എന്നായിരിക്കും പരാതി. നാൻസി തലോണ വെച്ചിട്ടുണ്ട് കേട്ടോ. രാധിക ചേച്ചി എപ്പോഴും പറയും തലോണ വെച്ചേ തയ്ക്കാവൂ തയ്ക്കാവൂ എന്ന്. ഇനി മുതൽ തലോണ വെച്ചേ തയ്ക്കുള്ളൂ. അതെ, തലോണ വെക്കണമെന്നൊക്കെ തോന്നുമെങ്കിലും മറന്നു പോകും എപ്പോഴും. അതാണ് പ്രശ്നം. മെഷീൻ പൊക്കത്ത് കൊണ്ടിട്ട് പക്ഷെ കട്ടിംഗ് ടേബിൾ ഇല്ല. നമുക്ക് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടേബിളും കൂടി വേണമല്ലോ. ഇതിപ്പോ കട്ടിലേലോട്ടിട്ടാണ് നാൻസി വെട്ടുന്നത്. ഭയങ്കര പാടാ. അതുകൊണ്ട് ഒരെണ്ണം ചെയ്ത് കഴിയുമ്പോ തന്നെ അയ്യോ നടു പോയി എന്ന് പറഞ്ഞുകൊണ്ട് എണീറ്റ് വരുന്നത്. കട്ടില് ഭയങ്കര താന്നല്ലേ ഇരിക്കുന്നത്. നമ്മള് താഴത്തെ ഡൈനിങ് ടേബിൾ ഇട്ടല്ലേ വെട്ടിക്കൊണ്ടിരുന്നത്. ഞാനിവിടെ ഇരുന്ന് കണ്ടു. വിശന്നപ്പോ ഇറങ്ങി വന്നേക്കോ അല്ലേ? പിന്നെ ഞാൻ വിശന്നപ്പോഴൊന്നുമല്ല, എനിക്ക് വയറ് അറിഞ്ഞിരിക്കുക. ആവശ്യത്തിന് ചോറ് തിന്നു. 3:30 ആയപ്പോഴാണ് കഴിച്ചത്. 4 മണിക്കാണ് ചോറ്. ആവശ്യത്തിന് ചോറ് തിന്നോളെ. അല്ല, 4 മണിക്കാണ് ചോറ് കഴിച്ചത്. ഇപ്പൊ 2 മണിക്കൂറല്ലേ ആയിട്ടുള്ളൂ. നാളെ കയറി സ്കൂളിൽ വിട്ടിട്ട് അനാർക്കലി കഴിക്കാൻ പോണേ എനിക്ക്. ആണോ? ഇപ്പൊ തയ്ക്കാൻ പോവാണ്. അപ്പൊ ഷൂട്ടിങ് വേണ്ടല്ലേ? അത് ഷൂട്ടിങ്ങിന് വാങ്ങി അമ്മേനെ പിടിച്ചിട്ട് മാമയുടെ വേഗം നമുക്ക് എന്തെങ്കിലും തിന്നേച്ചും പോകാം. നാൻസി തേങ്ങ പൊട്ടിക്കാണ്. തേങ്ങാ വെള്ളം എനിക്ക് തരുമോ? എനിക്ക് തരുമോ ഇല്ല നമുക്ക് നോക്കാം. തേങ്ങാവെള്ളം നിനക്ക് തരില്ല. ഞാൻ ഏതോ ഒരു തവണ നിന്നോട് തേങ്ങാവെള്ളം ചോദിച്ചപ്പോ നീ ഇല്ല എനിക്ക് അത് ഞാൻ ഓർത്ത് വെച്ചിട്ട് ടേസ്റ്റ് പറഞ്ഞാലേ. എന്നോടൊന്നും പറയണ്ട, ഞാൻ പോവാ. നമുക്കറിയാം കൊതി കിട്ടും. പക്ഷെ ഇതുപോലെ നീ എനിക്കാന്നല്ല, നീ ദുഷ്പയാണ്. മുഴുവൻ പൊട്ടിപ്പോയില്ലേ? അന്ന് ഞാൻ തേങ്ങ പൊട്ടിച്ചപ്പോ ഫുള്ള് തേങ്ങാ വെള്ളം താഴെ പോയിടി. സന്ധ്യ നേരാകുമ്പോ ഭയങ്കര വിശപ്പാട്ടാ. എന്തെങ്കിലും ഒന്ന് കഴിച്ചില്ലെങ്കിൽ ഒരു സമാധാനവും ഇല്ല. എന്നാൽ ഇന്നിപ്പോ അരി വെറുത്ത് പൊടിച്ചിട്ട് തേങ്ങയൊക്കെ ഇട്ട് കഴിക്കാന്ന് വിചാരിച്ച് തേങ്ങ പൊട്ടിച്ച പാണ്ടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള അരി തന്നെ ഇല്ല. എന്ത് ചെയ്യും? കുറെ പച്ചരി ഇരിപ്പുണ്ടായിരുന്നു. അരി നല്ലൊരു വാങ്ങണം. എന്നാ പോട്ടെ, തൽക്കാലത്തേക്ക് വിശപ്പ് സഹിക്കാം. അമ്മ എന്തെങ്കിലും ഒന്ന് അപ്പനെ കൊണ്ട് മേടിപ്പിക്കണേന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പൊക്കത്തോട്ട് കയറി പോന്നു കേട്ടോ. ഇവക്ക് ഒരു ഉടുപ്പ്, ഒരു ടോപ്പിന്ന് തയ്ക്കുന്നുണ്ട്. എന്താണ് ചുമ? അതല്ല, ശരിക്കും എനിക്ക് ചുമയല്ല, ഇങ്ങനെ കുത്തി കുത്തി ചുമ അല്ല. പിന്നെന്താ? അതുണ്ടല്ലോ എനിക്കിങ്ങനെ തൊണ്ട നേരെയാവും, ഡ്രൈ ആവും. വെള്ളം കുടി. തൊണ്ട ഡ്രൈ ആവുമ്പോ നീ നേരെ ആക്കുന്നതാണോ ചുമച്ച്? അതാണ് ഉദ്ദേശിച്ചത്. ഞാൻ നമ്മള് ബോഡിക്ക് ഇട്ടേക്കണ ലൈനിങ് കുറച്ച് ഡാർക്കാ. കൈ കണ്ട കൈ ഇതിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ലൈനിങ് ആണ്. അതത്ര കുഴപ്പമൊന്നുമില്ല. ഇന്ന് വെച്ച് കാണിച്ചേ. ഇത് നാൻസി ഇന്ന് തയ്ച്ചേക്കുന്നതാട്ടോ. എനിക്ക് ഇടക്കിടക്ക ഇവിടെ വന്ന് അപ്ഡേഷൻസ് എടുക്കാൻ പറ്റിയില്ല. പൊക്കത്ത് വരെ കയറി വരാൻ. ഓർഗൻസ ആണോ ഇത്? ഇതിന്റെ പാന്റ് എന്ത് ചെയ്യേ? പാന്റിന് ഇടാനുള്ള ഇലാസ്റ്റിക് ഒക്കെ തീർന്നു പോയി. എപ്പോൾ പുറത്തിറങ്ങിയാലും നാൻസി പറയുന്നതാണ് വാങ്ങണമെന്ന്. ഞാനാന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാ പുറത്തിറങ്ങിയെന്ന് മറന്നു പോകും. എന്നിട്ട് ആ നാനാവശ്യ സാധനം മേടിച്ചോണ്ട് വീട്ടിലോട്ട് വരും. ഇത്തവണ അത് വാങ്ങിച്ചില്ല. ഇനി കഴിഞ്ഞ ദിവസം നമ്മൾ കടയിൽ പോയപ്പോൾ വാങ്ങിച്ച മെറ്റീരിയലാണിത്. ഇത് എത്ര രൂപയായിരുന്നു അന്ന്? 1000 രൂപ. നിനക്ക് ഉടുപ്പൊക്കെ മേടിച്ചല്ലേ വീട്ടിൽ ഇടാൻ പറ്റണം. ഭയങ്കര എക്കോ ആയിരിക്കും. ഇവിടെ വോയിസ് കൊടുക്കാൻ പറ്റത്തില്ല. ഭയങ്കര അങ്ങനെയൊന്നുമില്ല. നാൻസിക്ക് കഴിഞ്ഞ ദിവസം വീട്ടിടാനായിട്ട് വാങ്ങിച്ച ബനിയാനാട്ടോ ഇത്.
ഇതിപ്പം ഇത് അന്ന് മേടിച്ചിട്ട് അതേപടി കൊണ്ടുവന്ന് വെച്ചേക്കുവാണ്. എടുത്ത് നോക്കിയ പോലും ഇല്ല. 125 രൂപയായിരുന്നു കേട്ടോ ഒരെണ്ണത്തിന്. 2 അവൾ എടുത്തുള്ളൂ. ഞാൻ കരുതി അവള് 3 എടുത്തെന്നാ. പിന്നെ വേറൊരു മെറ്റീരിയൽ കൂടി എടുത്തായിരുന്നു കേട്ടോ, ഒരു കോട്ടന്റെ. ഇത് എനിക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. നല്ല സുഖമുണ്ട് പിടിക്കാനായിട്ട്, അങ്ങനെ വാങ്ങിയതാണ്. ഇത് 140 രൂപയായിരുന്നു. നാൻസിയുടെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന നീലയില്ലേ, അതൊരു പോളിസ്റ്റർ മിക്സ് പോലെ വരുന്നൊരു മെറ്റീരിയലാണ്. അതിന് 75 രൂപ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇതുകൊണ്ടാണ് നാൻസി ഇപ്പോൾ ഒരു എന്താ ഇപ്പൊ തയ്ക്കാൻ പോണ, ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ വന്നിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ സ്ലിറ്റ് ഒക്കെ വരുന്ന ഒരു ടോപ്പ് തയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യമേ തന്നെ ഈ എന്ത് മെറ്റീരിയൽ കിട്ടിയാലും നമുക്കൊന്ന് സാരി ആയിട്ട് മേത്ത് വെച്ച് നോക്കിയിട്ട് ഒന്ന് വിലയിരുത്തിയാലേ ഒരു സമാധാനം കിട്ടൂ. പക്ഷെ ഇത് നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് സാരി ആട്ട കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും. ഒരു 75 രൂപ എന്നൊക്കെ പറയുന്നത് റീസണബിൾ ആയിരിക്കും നമുക്ക് 5.5 മീറ്റർ 6 മീറ്റർ ഒക്കെ സാരിക്ക് വേണ്ടിയിട്ട്. പക്ഷെ ഇതിന്റെ യഥാർത്ഥ കോട്ടൺ ആണെന്നുണ്ടെങ്കിൽ നല്ല വിലയില്ലേ, നല്ല വില വരും കോട്ടൺ ആണെന്നുണ്ടെങ്കിൽ. അപ്പൊ അത് നമുക്ക് സാരി ആക്കാന്നുള്ളത് ഇച്ചിരി പോക്കറ്റ് കീറും. ഇത് പക്ഷെ കൊള്ളാം, കളറൊന്നും ഫെയ്ഡ് ആവത്തുമില്ല. പോളിസ്റ്റർ മിക്സും കൂടി വരുന്നതുകൊണ്ട് ഒരു തരത്തിൽ നോക്കുമ്പോൾ നല്ലതാണ്. പക്ഷെ കോട്ടൺ ഇടുന്നൊരു സുഖം കിട്ടില്ല. എന്നാലും വിഷയമില്ല കേട്ടോ, നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ ഞങ്ങള് അമ്മയോട് പറഞ്ഞല്ലോ എന്തെങ്കിലും വാങ്ങിക്കണേന്ന്. അങ്ങനെ അമ്മ ഉഴുന്നുവട വാങ്ങിച്ചോണ്ട് വന്ന കേട്ടോ. അമ്മയല്ല, അപ്പം പുറത്തു പോയപ്പോൾ വാങ്ങിച്ചോണ്ട് വന്നതാണ്. നല്ല ചൂട് ഉഴുന്നുവട ഈ ചമ്മന്തിയിൽ മുക്കി മുക്കി തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഇത് ഈ പൊട്ടുകടല കൊണ്ടുള്ള ചമ്മന്തി കേട്ടോ. അതുകൊണ്ട് ചില നേരങ്ങളിൽ നമുക്ക് പിടിക്കില്ല, ഗ്യാസ് വരും. ചില നേരത്ത് നല്ല കുഴപ്പമില്ല. ഗ്യാസൊന്നും ഇല്ലാത്ത ദിവസമാണെങ്കിൽ കുഴപ്പമില്ല. ഇത് തയ്ച്ചോണ്ടിരുന്നപ്പോഴാണ് താഴത്ത് നമ്മ വിളിക്കുന്നത്, ഇടി പൈപ്പിൽ നിന്ന് ഭയങ്കര ചീത്ത മണോന്നേ, വെള്ളത്തിന് ഭയങ്കര ചീവ്. നമ്മുടെ ഈ എന്താ പറയണ, തെങ്ങിന്റെ ഓലയും തെങ്ങിന്റെ മടലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചീയുന്നൊരു മണയില്ലേ ഈ വെള്ളത്തിലൊക്കെ കിടക്കുമ്പോ. എന്തൊരു നാറ്റാ ഇത്, ഭയങ്കര ബുദ്ധിമുട്ടില് ചെയ്യുന്ന മണമല്ലേ. ഇപ്പൊ എന്തൊരു മാച്ചിക്കാണ് രാവിലെ ഒരു കുഴപ്പമില്ലാണ്ടിരുന്നിടത്ത്. എന്തൊരു നാറ്റമാണ് എന്റെ പൊന്നെ. എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് ഒരു പിടിയില്ല കേട്ടോ. ഞാൻ 2 തവണ ഇന്ന് മോട്ടർ അടിച്ചതാണ്. നമ്മുടെ നല്ല വെള്ളത്തിന്റെ വെള്ളം വന്ന ടാങ്ക് കേട്ടോ ഇത്. ഈ ടാങ്കിൽ നിന്നാണ് നമ്മൾ മുകളിലോട്ട് അടിച്ച് കയറ്റുന്നത്. ഒരു 2 തവണ ഞാൻ അലക്കുകയും കൂടി ചെയ്തത് വിഷയത്തിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഈ സന്ധ്യാനേരത്ത് ആണ് ഈ പ്രശ്നം. എന്താ തുണിയൊക്കെ അലക്കിയത് വിഷയത്തിൽ തന്നെ കിടപ്പുണ്ട്. അതിനൊന്നും ഒരു മണോ ഒരു പ്രശ്നമില്ല. വെള്ളമെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ചീഞ്ഞ മണമെന്ന് പറഞ്ഞാൽ ഭയങ്കര നമ്മുടെ രൂക്ഷഗന്ധം വന്നുകൊണ്ടിരിക്കുവാണ് ഈ വെള്ളത്തിൽ നിന്ന്. ഇത് ആരെങ്കിലും ഇനി ടാങ്കിൽ കൊണ്ട് ഡയറക്റ്റ് വല്ലതും കലക്കിയതാണ്. ഇനി നമ്മൾ ആ സമയത്തിന് പൈപ്പ് ലൈനിൽ നിന്ന് വന്ന വെള്ളം ഇങ്ങനത്തെ വെള്ളമാണോ എന്താണെന്ന് ഒരു പിടിയില്ല കേട്ടോ. കറക്റ്റ് സമയത്ത് ഞങ്ങളിങ്ങനെ അത് ക്ലീൻ ചെയ്യണമല്ലോ. അത് കുറെ അടിച്ച് എല്ലാ പൈപ്പും തുറന്നു വിട്ട് വെള്ളം മുഴുവൻ കളഞ്ഞ്, എന്നാലും അത് അടിയിലൊക്കെ ഇങ്ങനെ ഭയങ്കരമാണോ, ടാങ്കിന്റെ അടുത്തോട്ട് പോലും പോകാൻ പറ്റാത്ത മണം. ഇത് എന്തുവാ ഇത് പൈപ്പ് ലൈനിൽ കൂടി വരുവോ? ഇത് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. നല്ല വെള്ളം നമ്മൾ പൈപ്പിൽ നിന്നൊക്കെ എല്ലാം മണത്ത് നോക്കിയിട്ട് പൈപ്പിലൊന്നും മണത്തിന്റെ ഡയറക്റ്റ് വരുന്ന വെള്ളത്തിനൊന്നും കുഴപ്പമില്ല. നോക്കിക്കേ, നമ്മൾ ഫുള്ള് നിങ്ങൾ കലക്കി വിട്ടപ്പോഴത്തേക്കും അടിയിൽ കിടന്നാച്ചാൽ ആ മട്ടും കൂടി എല്ലാം കൂടി കലർന്നാ വരുന്നത്. ടാങ്ക് തുറന്ന് നോക്കിയപ്പോൾ കറുത്ത് കിടക്കുമായിരുന്നു വെള്ളം. കറക്റ്റ് ഈ നമ്മുടെ കുളത്തിലേക്ക് ചീത്ത വെള്ളം ഉണ്ടല്ലോ അങ്ങനെ കിടക്കുമായിരുന്നു. കുറേ ജേസൻ എന്നിട്ട് കോരി കളഞ്ഞിട്ട്, നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ മേടിച്ചായിരുന്നല്ലോ തുടയ്ക്കണ ഒരു കോല്, അത് ഭാഗ്യം അത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് അങ്ങോട്ട് ഇട്ടിട്ട് നല്ല മൈക്രോ ഫൈബർ ആയതുകൊണ്ട് ഭയങ്കര സുഖം ഉണ്ടായിരുന്നു. നമുക്ക് ഇടുക, മാക്സിമം വറ്റിച്ച് കളഞ്ഞിട്ട് പിന്നെ കുറച്ചങ്ങോട്ട് കിടക്കുമല്ലോ അവിടെ, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ. അത് ഇതേപോലെ തുടച്ചെടുത്ത് ഇങ്ങനെ പിഴിഞ്ഞു കളഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അയ്യോ, ഇങ്ങനൊരു പണി, ഇതെന്താണ് ഇത്? എനിക്ക് മനസ്സിലാവുന്നില്ല, ഇത് എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? ആ നേരത്ത് മാത്രം ഇങ്ങനെ ചീത്ത വെള്ളം വരുമോ? എന്നിട്ട് ഞങ്ങളിത് പിറ്റേ ദിവസം എവിടെയൊക്കെ ചോദിച്ച എല്ലാവരോടുവേ, നിങ്ങൾക്ക് ഇതേപോലെ സംഭവിച്ചതെന്ന് വെച്ചപ്പോൾ അവർക്കൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. നമുക്കിത് എങ്ങനെയാണ്, ആരെങ്കിലും വന്ന് കലയ്ക്കോ എന്തെങ്കിലും? ഒരു പിടിയില്ല കേട്ടോ ഇതിനകത്ത്. അങ്ങനെ താഴത്തെ ടാങ്ക് എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പൊക്കാത്ത ടാങ്കിൽ നോക്കിയപ്പം നമ്മുടെ വെള്ളം തീരാത്തൊരു ഫുൾ അങ്ങോട്ട് പോയില്ലല്ലോ, കുറച്ചങ്ങോട്ട് വെള്ളം കിടക്കുമല്ലോ അവിടെ. അതിനൊക്കെ ഭയങ്കര സ്മെല്ലായിട്ടിരിക്കുക. മുകളിലും കയറി അതെല്ലാം ജേസൻ പാടുപെട്ട് കേട്ടോ. ഒരു 12 മണിയായി ക്ലീനിങ് കഴിഞ്ഞപ്പം എല്ലാം ഞങ്ങൾ തുടച്ച് വൃത്തിയാക്കി അവസാനം മോട്ടർ അടിക്കാൻ നോക്കിയപ്പോൾ എന്നാ നമ്മൾ കുറച്ച് പണിതല്ലോ, ടാങ്കിൽ ബലപ്രയോഗമൊക്കെ നടത്തിയിട്ട് ടാങ്ക് ഇരുന്നു പോയിട്ടാണോ എന്താണോ എയർ കയറിയിട്ടാണോ വെള്ളം വലിക്കുന്നില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമായി. കുനുമേ കുരു എന്ന് പറഞ്ഞ പോലെ ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുവാണ് മുറയ്ക്ക്. അങ്ങനെ പിറ്റേ ദിവസമായി നമ്മുടെ കുടിവെള്ള പ്രശ്നം കാരണം നമ്മൾ ഇതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഹെമ്മിങ് ഒന്നും ചെയ്തില്ല. രാവിലെ എണീറ്റ് ഹെമ്മിങ് ചെയ്ത് കാണിച്ചത് ഉടുപ്പിട്ടിട്ടുണ്ട്, ഇപ്പം കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇതാണ് നമ്മൾ തയ്ച്ചേക്കുന്ന ഡ്രസ്സ് കേട്ടോ. ഇന്നലെ പാതിരാത്രി ഇരുന്ന് കാണിച്ച് കുത്തിയിരുന്ന് ചെയ്തേക്കുന്നത്. ഇത് വളരെ ഓൾഡ് ഫാഷൻ ആണെങ്കിലും നമുക്കിത് ന്യൂ ആണ്, ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട്. കയ്യിലിങ്ങനെ ചുരുക്കൊക്കെ ആയിട്ടുള്ള നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതെന്തോ ഇത് നിർത്തിയാൻ ഇതിട്ട ഡാൻസ് കളിക്കാൻ തോന്നുന്നല്ലേ. ഒരാൾ ഇവിടെ കിടന്ന് മുക്കലാണ്.
പിന്നെന്താ ഈ കൈയൊക്കെ ചുരുക്കിയിട്ടൊക്കെ ഇതേപോലെയുള്ളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം പോയി വാങ്ങിയില്ലേ കർട്ടൻ. മുഷറ് കർട്ടൻ വാങ്ങാൻ പോയപ്പോളേ ഞങ്ങള് കണ്ടപ്പോ അതെ കർട്ടൻ കിട്ടിയില്ല, പക്ഷെ ഈ മെറ്റീരിയല് കിട്ടി. ഇത് കോട്ടൺ അല്ല കേട്ടോ, പോളിസ്റ്റർ മിക്സ് ആണ്. 75 രൂപ മീറ്ററിനായിരുന്നു. പക്ഷെ കാഴ്ചയിലൊന്നും കുഴപ്പമില്ല കേട്ടോ, വിരോധമില്ല അല്ലേ നാൻസിക്ക് ഇഷ്ടപ്പെട്ടോ? അതെ നല്ലതാ, അവർക്ക് ഇഷ്ടപ്പെട്ടു നന്നായിട്ട്. അപ്പൊ ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ ഇട്ടേക്കാം, നാളെ തന്നെ ഇടുന്നതായിരിക്കും. ആവശ്യമൊക്കെ ഉള്ളവർ തയ്ച്ചിടൂ, ഭയങ്കര സിമ്പിളാണ്, വേറെ സിമ്പിൾ. പിന്നെന്താ നാൻസിക്കെല്ലാം പറയാനുണ്ടോ? ആകപ്പാടെ ഈ വീട്ടിലുള്ള ചെടി ഇത് മാത്രമേ ഉള്ളൂ. ശലഭമായി നാൻസി ചെടിയുടെ അടുത്ത് പോയി നിൽക്കൂ. മോഹമാ കണ്ട നല്ല തോട്ട് വീണ്. ഇതാണ് ഈ കുരുത്തം കെട്ട കൊച്ചിനെ വെച്ചോണ്ടാണ് ഈ പരിപാടികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊക്കെ സ്കൂളില്ല, നിനക്ക് എന്നാ സ്കൂളില്ലാത്ത കിയ? ദേ നോക്കിക്കേ, ആന്റി ഉടുപ്പിട്ടേക്കണ്. ഹായ്, എങ്ങോട്ട് പോകാനാ? അത് കൊള്ളാം, അടിപൊളി. അതേപോലെ ഉണ്ടല്ലേ, കൊള്ളാം, നല്ലതാ. ചെത്തിപ്പൂവേ ചിന്താശിപ്പൂവേ മച്ചാനെ പാറുങ്ക ഡി 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 വായോ വായോ നീ ഞാൻ പാടും ഡാൻസ് ആക്ഷൻ കളിക്കുന്നു. അതിതാണ് ആക്ഷൻ സോങ്. അപ്പൊ ശരി, ബൈ ബൈ. നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ദിവസം ഇവിടെ തുടങ്ങുന്നേ ഉള്ളൂ, പക്ഷെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. പോവാണ്.